ചില സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പൗലോസിലെ തിമോത്തിയോസിന് എഴുതിയ 2ാം ലേഖനമാണ്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ വചനം നമ്മളെ ഏതൊക്കെ വിധത്തിൽ സഹായിക്കുന്നു, നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്നാണ് പൗലോസിലേ പറയുന്നത്. നമ്മൾ പറയുകയാണ്, പ്രബോധനത്തിന് വചനം നമ്മെ സഹായിക്കുന്നു, ശാസനത്തിന് നമ്മെ സഹായിക്കുന്നു, തെറ്റുതിരുത്തലിന് സഹായിക്കുന്നു, നീതിയിലുള്ള പരിശീലനത്തിന് നമ്മളെ സഹായിക്കുന്നു. അതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്യുന്നതിന് പ്രാപ്തനാകുന്നു. വചനം നമ്മൾ പഠിക്കുകയും വചനത്തോടൊരു ആഭിമുഖ്യം പുലർത്തുകയും ചെയ്താൽ അതിന്റെ ഏറ്റവും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിന് അവൻ പര്യാപ്തനാകുന്നു, പൂർണ്ണനാക്കപ്പെടുന്നു. അതുപോലെ തന്നെ അയാള് ഒരു നന്മ പ്രവൃത്തി ചെയ്യാനായിട്ട് പര്യാപ്തനാവുകയും ചെയ്യുന്നു. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ വചനത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്താനായിട്ട്, അതായത് വചനം വായിക്കാനും സാധിക്കുമെങ്കിൽ വചനം പഠിക്കുവാനുമായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി പൗലോസിലേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും നന്മ പ്രവൃത്തികൾ ചെയ്യുവാനുമായിട്ട് നമ്മൾ പര്യാപ്തരാകുന്നതിനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.